محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ما أفاء الله على رسوله من أهل القرى فلله وللرسول ولذي القربى واليتامى والمساكين وابن السبيل كي لا يكون دولة بين الأغنياء منكم وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا واتقوا الله إن الله شديد العقاب. صدق الله العلي العظيم. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മാലിക്കുൽ മുലൂക്കായ ആലിമുൽ ഗൈബായ സർവശക്തനായ രാജാതിരാജൻ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ ആദ്യം എന്നോടെന്ന പോലെ തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഉത്ബോധിപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ കർമ്മ വഴിയിൽ നമ്മൾ നിർവഹിക്കുന്ന എല്ലാ അമലുകളും നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വർഗം കൊണ്ട് സുവാർത്തറിയിച്ച 10 സ്വഹാബിമാർ ചരിത്രത്തിൽ വലിയ പ്രാധാന്യത്തോടെ അറിയപ്പെടുന്നുണ്ട്. അശറത്തുൽ മുബശ്ശിരീൻ എന്നാണ് അവരുടെ പേര്. ആ 10 സ്വഹാബിമാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത്, ഇന്ന ലികുല്ലി നബിയ്യിൻ ഹവാരിയൻ വഹവാരി അസ്സുബൈർ ഇബ്നുൽ അവ്വാം. എല്ലാ പ്രവാചകന്മാർക്കും ഹവാരിയങ്ങളുണ്ട്, സഹായികളായിട്ടുള്ള ആളുകളുണ്ട്. എൻ്റെ ഹവാരി അത് സുബൈർ ഇബ്നുൽ അവ്വാമാണ് എന്ന് സാക്ഷാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ അശറത്തുൽ മുബശ്ശിരീനിലെ വളരെ പ്രധാനപ്പെട്ട അസ്സാബിഖൂനുൽ അവ്വലൂനിൽപ്പെട്ട ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന 4-മത്തെയോ 5-മത്തെയോ വ്യക്തിയായി എണ്ണപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട സ്വഹാബിയാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ അസ്മായിനെയാണ് അവർ വിവാഹം ചെയ്തത്. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ അവസാനം നിർദ്ദേശിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഖലീഫ പാനലിലെ ഒരംഗം കൂടിയായിരുന്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. പിന്നീട് 4 ഖലീഫമാരുടെയും ഷൂറയിൽ അംഗം കൂടിയായിരുന്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ മരണശേഷം, അദ്ദേഹത്തിൻ്റെ ഷഹാദത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വസിയത്ത് പരിശോധിക്കുമ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കണക്കുകൾ എങ്ങനെ വിനിയോഗിക്കണമെന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം 22 ലക്ഷം ദീനാറാണ് അദ്ദേഹത്തിന് കടമായിട്ടുള്ളത്. ഇത്രയേറെ സമ്പന്നനായ, മക്കയിൽ അറിയപ്പെടുന്ന പ്രമാണിക്ക് ഇത്രയേറെ കടം, ആളുകൾ അത്ഭുതപ്പെട്ടു പോയി. എന്നാൽ യഥാർത്ഥത്തിൽ ഈ 22 ലക്ഷം ദീനാർ അത് അദ്ദേഹത്തെ ആളുകൾ അമാനത്തായി ഏൽപ്പിച്ച പണമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക. അതായത് അമാനത്തായിട്ട് സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടി ഏൽപ്പിക്കപ്പെടുന്ന സമ്പത്ത് മുഴുവൻ അദ്ദേഹം കടം എന്നുള്ള രൂപത്തിൽ സ്വീകരിക്കുകയാണ് പതിവ് എന്നുള്ളതാണ് ഈ ചരിത്രത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുക. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ അനന്തര സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ആ സമ്പത്തിനെ 3 ഭാഗങ്ങളാക്കിക്കൊണ്ട് അതിൽ ഒരു ഭാഗം അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കുടുംബത്തിന് നൽകണം. ബാക്കിയുള്ള 2 ഭാഗങ്ങളെ 8 ഭാഗങ്ങളാക്കി തിരിച്ച് അതിലൊരു ഭാഗം അദ്ദേഹത്തിൻ്റെ 4 ഭാര്യമാർക്ക്, 8 ഭാഗങ്ങളാക്കി തിരിച്ച് അതിലൊരു ഭാഗം അദ്ദേഹത്തിൻ്റെ 4 ഭാര്യമാർക്ക് തുല്യമായി വീതിച്ച് നൽകണം. അതിൽ ഒരു ഭാര്യയ്ക്ക് ലഭിക്കുന്ന തുക 12 ലക്ഷം ദീനാറാണ്, ഒറ്റ ഭാര്യയ്ക്ക്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആകെ ആസ്തി 5,76,00,000 ദീനാറാണ് എന്ന് നമുക്ക് കണക്ക് കൂട്ടുമ്പോൾ ഉത്തരമായിട്ട് ലഭിക്കും.
ഞാൻ പറഞ്ഞു വരുന്നത് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ സാമ്പത്തിക ശേഷിയെക്കുറിച്ചാണ്, അദ്ദേഹത്തിന്റെ സമ്പന്നതയെക്കുറിച്ചാണ്. അതുപോലെ തന്നെ അശറത്തുൽ മുബശ്ശിരീനിൽപ്പെട്ട മറ്റൊരു സ്വഹാബിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ഗനിയൻ ഷാക്കിറൻ, ധനികനായ സമ്പന്നനായ കച്ചവടക്കാരൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അൻസ്വാരിയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ നമ്മൾ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സ്വഹാബിമാരുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ 6 പേരും അതീവ സമ്പന്നന്മാരായിരുന്നു എന്ന് കാണുവാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ സമ്പത്തിനെ കുറിച്ച് പ്രയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. 3 പദങ്ങളാണ് പ്രധാനമായിട്ടും സമ്പത്തിനെ കുറിക്കുന്നതിന് വേണ്ടി ഖുർആൻ ഉപയോഗിക്കുന്നത്. ഒന്ന് നിഅമത്താണ്, അനുഗ്രഹം. ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മറ്റൊരു പദം ഫളലാണ്, ശ്രേഷ്ഠത. വബതഗൂ മിൻ ഫളലില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മറ്റൊരു പദം ഖൈറാണ്, ഇന്നഹു ലഹുബ്ബിൽ ഖൈരി ലശദീദ്. ഇങ്ങനെ 3 പദങ്ങൾ, നന്മ, ശ്രേഷ്ഠത, അനുഗ്രഹം, ഇങ്ങനെ തുടങ്ങി 3 വളരെ പോസിറ്റീവായ പദങ്ങളാണ് സമ്പത്തിനെ കുറിച്ച് പ്രയോഗിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്നത്. ഇസ്ലാമിന് സമ്പാദ്യത്തോടോ അധ്വാനിക്കുന്നതിനോടോ ധാരാളം സമ്പത്ത് കൈവശപ്പെടുത്തുന്നതിനോടോ എന്തോ ഒരു വിമുഖതയും വിയോജിപ്പുമുണ്ട് എന്ന കാഴ്ചപ്പാടുകളെ തിരുത്തുന്നതാണ് ഇസ്ലാമിക പ്രമാണവും ചരിത്രവും എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇസ്ലാം അത്രയേറെ സമ്പത്ത് ശേഖരിക്കുന്നതിനെ, സമ്പാദിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി അതിന്റെ വിശ്വാസികളെ പ്രേരിപ്പിക്കുകയും ചെയ്ത ഒരു ദർശനത്തിന്റെ പേരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തുമ്പോൾ മസ്ജിദ് നബവി മാത്രമല്ല ഉണ്ടാക്കുന്നത്, മസ്ജിദ് നബവിയുടെ കൂടെ സൂഖുൽ മദീന എന്ന പേരിൽ മദീനയിലെ മുഴുവൻ കച്ചവടക്കാരെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് കച്ചവടം നടത്താൻ കഴിയുന്ന ഒരു സാംസ്കാരിക അങ്ങാടി കൂടി, ഒരു പട്ടണം കൂടി അദ്ദേഹം അതിന് തൊട്ട് അടുത്തായിക്കൊണ്ട് തന്നെ സൃഷ്ടിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിന് സാമ്പത്തിക മേഖലയിൽ കൃത്യമായ കാഴ്ചപ്പാടും സാമ്പത്തിക വ്യവസ്ഥയിൽ കൃത്യമായ നിലപാടുമുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വം? ഞാനും നിങ്ങളും സമ്പത്ത് ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന തത്വം, എന്റെയും നിങ്ങളിലെയും കയ്യിലുള്ള ഈ സമ്പത്ത് അത് ലോക സൃഷ്ടാവായ ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അതിന്റെ എല്ലാം രക്ഷിതാവ്, അതിന്റെ എല്ലാം ഉടമസ്ഥൻ, സർവ്വതിന്റെയും ഉടമസ്ഥൻ. അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് നമ്മുടെ റാസിക്ക്, അള്ളാഹു നൽകുന്ന റിസ്ക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന ബോധ്യമാണ് നമുക്കുണ്ടാകേണ്ടത്. അവന്റെ ഉടമസ്ഥതയിലുള്ള സമ്പത്ത്, അള്ളാഹുവിന്റെ പരമാധികാരത്തിലുള്ള സമ്പത്ത് എങ്ങനെ ചെലവഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ല, മറിച്ച് എന്നെയും നിങ്ങളെയും ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് നമ്മൾ ആ റിസ്കിനെ ചെലവഴിക്കേണ്ടത് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ മനസ്സിലാക്കുന്നതിനു പകരം എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ പ്രാപ്തി കൊണ്ടുമാണ് ഞാൻ ഈ കാണുന്ന എൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ കെട്ടിപ്പടുത്തത് എന്ന് നമ്മൾ വിചാരിക്കുന്ന പക്ഷം അവർക്കുള്ള ശിക്ഷയെക്കുറിച്ച് സൂറത്തുൽ കഹ്ഫ് പറയുന്നുണ്ട്. തോട്ടക്കാരുടെ കഥ നമുക്കറിയാം. തൻ്റെ കഴിവ് കൊണ്ടാണ് ഞാൻ അധ്വാനിച്ചതും സമ്പാദിച്ചതും എന്ന് ധരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അന്ത്യം പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്ലാം സമ്പത്തിനെ അത്രമേൽ പവിത്രമായി, അത്രമേൽ പ്രോത്സാഹനത്തോടുകൂടി പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റ് ഭൗതിക ദർശനങ്ങൾ, മറ്റ് ആശയാടിത്തറകൾ നമ്മൾ പരിശോധിച്ച് നോക്കുക. എന്താണ് മുതലാളിത്തം പറയുന്നത്? മുതലാളിത്തം പറയുന്നു സമ്പത്തിന്റെ സാക്ഷാൽ ഉടമസ്ഥൻ അത് ദൈവമല്ല, അത് സമൂഹമല്ല, മറിച്ച് അത് വ്യക്തിയാണ്, ഇൻഡിവിജ്വലാണ്. എന്താണ് കമ്മ്യൂണിസം പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് ആശയ ദർശനം എന്ന് പറയുന്നത് ലോകത്തെ മുഴുവൻ സമ്പത്തിന്റെയും ഉടമസ്ഥാവകാശം കൈവശപ്പെടുത്താൻ അധികാരമുള്ളത് അത് രാജ്യ ഭരണകൂടങ്ങൾക്കാണ്, സ്റ്റേറ്റിനാണ് എന്നുള്ളതാണ്. എന്നാൽ അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്നു ഈ ലോകത്തെ മുഴുവൻ സമ്പത്തിന്റെയും ഉടമസ്ഥൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ സമ്പത്ത് വിനിയോഗിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്ന ആ ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടായിരിക്കണം. പരിശുദ്ധ ഖുർആൻ പറയുന്നു, കൈലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും. എന്തിനാണ് നിങ്ങൾക്ക് തുല്യമല്ലാതെ സമ്പത്ത് വീതിച്ചു തന്നിട്ടുള്ളത്? കുറെ ആളുകൾ ദരിദ്രരാണ്, കുറെ ആളുകൾ ധനികരാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കൈലാ യകൂന ദൂലതൻ ബൈനൽ അഗ്നിയാഇ മിൻകും. അത് നിങ്ങളിലെ ധനികന്മാർക്കിടയിൽ മാത്രം കളിക്കുന്ന, കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ല അത് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതിൽ പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് കൂടി അതിൽ അവകാശമുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് ഇസ്ലാമിന്റെ സക്കാത്ത്, സ്വതക്ക പോലുള്ള ദാനധർമ്മങ്ങളുടെ ആശയ അടിത്തറ എന്ന് പറയുന്നത്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഖുദ് മിൻ അംവാലിഹിം സ്വതഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ വസല്ലി അലൈഹിം. തീർച്ചയായും സക്കാത്തും സ്വതക്കയും ഒക്കെ നമ്മുടെ
നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുകയും നമ്മുടെ കർമ്മങ്ങളെ സംസ്കരിക്കുകയും ചെയ്യും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരു തീയിനെ എങ്ങനെയാണോ വെള്ളം കൊണ്ട് നമ്മൾ അണക്കുന്നത്, അതുപോലെ നമ്മുടെ തിന്മകളെ അണക്കാൻ കഴിയുന്ന, അതിനെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് സമ്പത്ത്, അല്ലെങ്കിൽ സമ്പത്ത് ദാനധർമ്മങ്ങൾ നടത്തുക എന്നുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നുണ്ട്. നമ്മളറിയാം, നമുക്ക് ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ട് വലിയ സംവാദങ്ങളൊക്കെ നടക്കുന്ന ഒരു സമൂഹത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് അതിന്റെ അടിസ്ഥാനം? ചരിത്രത്തിൽ ഇസ്ലാമിക ഭരണകൂടങ്ങളെ പരിശോധിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ പിന്നീട് ഇങ്ങോട്ട് ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടത്തേക്കും ഉമവി കാലഘട്ടത്തിലേക്കും അബ്ബാസി കാലഘട്ടത്തിലേക്കും അങ്ങനെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന് പറയാൻ കഴിയുന്ന സമൂഹങ്ങളിലെല്ലാം എന്തായിരുന്നു സാമ്പത്തിക വ്യവസ്ഥ എന്ന് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കഴിയും അവിടെ ക്ഷേമരാഷ്ട്രമായിരുന്നു നിലനിന്നിരുന്നത് എന്നുള്ളതാണ്. സക്കാത്ത് വാങ്ങാനാളില്ലാത്ത, സ്വതക്ക സ്വീകരിക്കാൻ ആളില്ലാത്ത ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലം, രണ്ടാം ഉമറിന്റെ കാലം നമുക്കറിയാം. അങ്ങനെയുള്ള ഒരു ക്ഷേമരാഷ്ട്ര പദ്ധതിയാണ് ഇസ്ലാമി സാമ്പത്തിക വ്യവസ്ഥയിലൂടെ, സാമ്പത്തികമായ ഈ ആശയടിത്തറയിലൂടെ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചുള്ള അധ്യാപനങ്ങളാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യപൂർവ്വം നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത്. ഇത്രയും പ്രാധാന്യത്തോടെ സമ്പത്തിനെയും സമ്പാദ്യത്തെയും പരിഗണിച്ച ഇസ്ലാം അത് കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട സൂക്ഷ്മതകളെക്കുറിച്ച്, അത് കൈകാര്യം ചെയ്യുമ്പോൾ വിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഗൗരവത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനെക്കുറിച്ച്, ഖുർആനിൽ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ കൂടുതൽ, ഇഖാമത്തുസ് സ്വലാ എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് അനന്തരാവകാശത്ത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. ദൈവമാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഫീ സബീലില്ലയിൽ എങ്ങനെ ചെലവഴിക്കണം എന്നതിനെ കുറിച്ചാണ്. പലിശ ഭക്ഷിക്കരുത് എന്നതിനെ കുറിച്ചാണ്. അനാഥയുടെ സമ്പത്തിൽ നിങ്ങൾക്ക് അവകാശമില്ല എന്നതിനെ കുറിച്ചാണ്. കടബാധ്യതയിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച്, ഇങ്ങനെയുള്ള ധാരാളക്കണക്കിന് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട അധ്യാപനങ്ങളാണ് നമസ്കാരവുമായി ബന്ധപ്പെട്ട പ്രാധാന്യത്തെക്കാൾ, അതിനേക്കാൾ കൂടുതൽ പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തു ദൈനാണ്. ആയത്തുദൈൻ പറയുന്നത് മുഴുവൻ കടം സ്വീകരിക്കുന്ന, കടം നൽകുന്ന ഒരു സത്യവിശ്വാസി പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചാണ്. പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 7 വൻപാപങ്ങളെ കുറിച്ച് ജാഗരൂകരാകുന്നതിന് വേണ്ടി സത്യവിശ്വാസികളെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. ആ 7 എണ്ണത്തിൽ 4ാമതായിട്ട് എണ്ണുന്നത് പലിശ എന്ന് പറയുന്ന വിപത്തിനെ കുറിച്ചാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു റിബ അദ്ആഫൻ മുളാഅഫതൻ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഇരട്ടിയായി പലിശ തിന്നാതിരിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക, നിങ്ങൾ വിജയികളായേക്കാം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശിതമായി വിമർശിക്കുന്നുണ്ട്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകിലി റിബ വ മുഅക്കിലഹു. പലിശ തിന്നുകയും തീറ്റിക്കുകയും അതിന് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നവരെ കണിശമായി കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിനെക്കുറിച്ച് കിതാബുകളിൽ പറയുന്നത് 36 സ്ത്രീകളെ വ്യഭിചരിക്കുന്നതിനേക്കാൾ വലിയ പാപമാണ് പലിശ എന്ന് പറയുന്നത്. സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിനാൽ അത്രമാത്രം പാപക്കറയുള്ള, അത്രമാത്രം കുറ്റമുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ അത്രമാത്രം ഗൗരവപൂർണമായ ഒരു പാപമാണ് പലിശ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നു, ഇന്നി തസഫഹ്തു കിതാബല്ലാഹി വസുന്നത നബി ഫലം അറാ ഷൈഅൻ അശർറു മിനൽ റിബ ലിഅന്ന അല്ലാഹ അദിന ഫീഹി ബിൽ ഹർബ്. ഞാൻ കിതാബുകൾ എടുത്ത് പരിശോധിച്ചപ്പോൾ പലിശയോളം പാപമായിട്ടുള്ള, പലിശയോളം തിന്മയായിട്ടുള്ള, പലിശയോളം നമ്മൾ അവഗണിക്കേണ്ട, പലിശയോളം നമ്മൾ നമ്മളെ ജാഗരൂകരാക്കേണ്ട മറ്റൊരു കഠിനമായ പാപവും ഞാൻ കണ്ടിട്ടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശയുടെ പേരിൽ യുദ്ധം ചെയ്യാൻ വരെ അനുമതി, സമ്പത്തിന്റെ പേരിൽ യുദ്ധം ചെയ്യാൻ വരെ അനുമതി നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് കാണുവാൻ കഴിയും. പലിശയുടെ സാമൂഹിക ആഘാതങ്ങളെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലാത്ത ആളുകളാണ് നമ്മൾ. നമ്മുടെ സമൂഹത്തിൽ മദ്യപാനവും വ്യഭിചാരവും പോലെ മുസ്ലിങ്ങൾ പലിശയെ അത്ര ഗൗരവത്തിൽ എടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെ സാമൂഹിക ഘടനയിൽ, നമ്മുടെ ചുറ്റുപാടിൽ പലിശ എന്ന് പറയുന്നത് അത്രമേൽ ഹറാമാക്കപ്പെട്ടിട്ടുള്ള, അള്ളാഹു അത്രമേൽ ഗൗരവത്തോടു കൂടി റസൂലും പഠിപ്പിച്ചിട്ടുള്ള ആ തിന്മയെ ഏത് രൂപത്തിലാണ് നമ്മൾ സമീപിക്കുന്നത് എന്ന് നമ്മൾ ബാങ്കിൽ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പലിശ എഴുതുന്നവർ, പലിശയുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നവർ, അത്തരക്കാരൊക്കെ വലിയ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം. നമുക്കറിയാം, നമ്മുടെ അയൽപക്കത്ത്
ഒരു അമുസ്ലിം സഹോദരൻ അദ്ദേഹം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ നമ്മൾ പരീക്ഷിക്കപ്പെടുകയാണ്. കാരണം എൻ്റെ സൃഷ്ടാവ്, എൻ്റെ റസൂൽ എന്നോട് പഠിപ്പിച്ചിട്ടുണ്ട് പലിശ എന്ന് പറയുന്നത് ഹറാമായ കാര്യമാണ്, അതിലേക്ക് അടുക്കരുത് എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അതേ സംബന്ധിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ വലിയ ജാഗ്രതയോടുകൂടി, വലിയ സൂക്ഷ്മതയോടുകൂടി അത്തരം കാര്യങ്ങളെ കാണണം. ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ തഖ്വയെ മൂർച്ചപ്പെടുത്തുവാൻ, നമ്മുടെ തഖ്വയെ കൃത്യപ്പെടുത്തുവാനൊക്കെ നമുക്ക് കഴിയുക. പലിശയെ അത്രമേൽ നിഷിദ്ധമാക്കുമ്പോൾ തന്നെ ഇസ്ലാം വളരെ പരിഭാവനമായി മനസ്സിലാക്കുന്ന ഒരു സംഗതിയാണ് കടം നൽകുക എന്നുള്ളത്. ഖർളൻ ഹസന എന്നാണ് പറയുന്നത്, പരിശുദ്ധമായ നല്ല കടം എന്ന് പറയുന്നത്. ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ കടബാധ്യത ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അയാൾക്ക് വേണ്ടി നമസ്കരിച്ചിരുന്നില്ല എന്ന് നമുക്ക് ചരിത്രങ്ങൾ കാണുവാൻ കഴിയും. അത്രമേൽ സൂക്ഷ്മതയോടുകൂടിയാണ് കടം സ്വീകരിക്കുന്ന ആളും കടം നൽകുന്ന ആളും അതേ മനസ്സിലാക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കടം കൊടുക്കുമ്പോൾ, കടം വാങ്ങുമ്പോൾ ഇസ്ലാം കൃത്യമായ ചില ചിട്ടകളും ചില നിയമങ്ങളും വെച്ചിട്ടുണ്ട്. അത് പാലിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. നമുക്കറിയാം, പുതിയ കാലഘട്ടത്തിൽ കടത്തിന് പല രൂപങ്ങളുണ്ട്. ഇത് പല രൂപങ്ങളിൽ ഓൺലൈൻ വ്യാപാര സ്ഥാപനങ്ങളിലൂടെ, EMI സംവിധാനങ്ങളിലൂടെ, ഫിനാൻസ് കമ്പനികളിലൂടെ ഒക്കെ പല രൂപത്തിൽ, പല വർണ്ണത്തിൽ, പല ഘട്ടങ്ങളിലായിക്കൊണ്ട് നമ്മെ ചതിക്കുഴിയിൽ വീഴ്ത്താൻ സമൂഹത്തിലെ പല ശക്തികളും ശ്രമിച്ചു കൊണ്ടിരിക്കും. പക്ഷേ തഖ്വയോടുകൂടി, ഈമാനോടുകൂടി, ഇസ്ലാമിൻ്റെ ഈ സാമ്പത്തികമായ ആശയ അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ അതിനെ സമീപിക്കാവൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇൻ തുക്രിലുല്ലാഹ ഖർളൻ ഹസന യുളാഇഫു ലക്കും വയഗ്ഫിർ ലക്കും അല്ലാഹു ശകൂറൻ ഹലീം. നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇരട്ടിയാക്കി തരുമെന്നാണ് യഥാർത്ഥത്തിൽ കടം എന്ന് പറയുന്ന സംവിധാനം. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള പണം വേറൊരാൾക്ക് കൊടുക്കുകയാണ്, പലിശയില്ലാതെ, ഇരട്ടി തിരിച്ചു മേടിക്കാതെ നമ്മൾ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ പണം എന്ന് പറയുന്നത് അത്രത്തോളം മൂല്യവത്തായിക്കൊണ്ട്, വലിയ കർമ്മമായിക്കൊണ്ട്, വലിയ പുണ്യമുള്ള കാര്യമായിക്കൊണ്ട് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് സുന്നത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് സകാത്തിന്റെ അവകാശികളെ പറയുന്ന കൂട്ടത്തിൽ 8 വിഭാഗക്കാരെണ്ണുന്ന കൂട്ടത്തിൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ ഒരു കാരണം കൊണ്ടാണ്. ഹലാലായ സമ്പാദ്യ മാർഗങ്ങൾ അവലംബിക്കുക, ഹറാമായ അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് വലിയ ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം. പുതിയ കാലത്ത് നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ ഇണകളിലേക്ക് ഹറാമിൻ്റെ അംശമുള്ള, ഹറാമിൻ്റെ കണികയുള്ള ഒരു ഭക്ഷണം പോലും ഞാൻ കയറ്റുന്നില്ല, അവരുടെ വയറിലേക്ക് എത്തുന്നില്ല എന്ന് നമ്മൾ ഓരോരുത്തരും ഉറപ്പാക്കേണ്ടതുണ്ട്. ഹലാലായ പണം സമ്പാദിച്ചുകൊണ്ട്, അങ്ങനെ അള്ളാഹുവും റസൂലും കൽപ്പിച്ചിട്ടുള്ള മാർഗേന സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് വിജയിക്കുവാൻ സാധിക്കേണ്ടതുണ്ട്. പുതിയ കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അഴിമതി, കൈക്കൂലി, സ്ത്രീധനം, മോഷണം, പിടിച്ചുപറി തുടങ്ങി സമ്പത്തിനെ ഏതെല്ലാം രൂപത്തിൽ മ്ലേച്ഛകരമായി ഉപയോഗിക്കാൻ കഴിയുമോ അതെല്ലാം നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കാര്യസാധനത്തിന് വേണ്ടി എന്തെങ്കിലും പേപ്പർ ശരിയാക്കുന്നതിനൊക്കെ വേണ്ടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കൈക്കൂലി എന്ന് പറയുന്ന മാരകമായ ഒരു പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അവിടെ റസൂൽ പഠിപ്പിക്കുന്നത് ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറാശി വൽ മുർതശി, കൈക്കൂലി കൊടുക്കുന്നവനെയും വാങ്ങുന്നവനെയും അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ സമ്പത്തുമായി ബന്ധപ്പെട്ട് ഇത്തരം ചതിക്കുഴികൾ വീഴുന്ന, പഴയ കാലത്ത് ചൂതാട്ടം ഹറാമാക്കിയതിനെ ഖിയാസ് ചെയ്തുകൊണ്ടാണ് പുതിയ കാലത്ത് നമ്മൾ ലോട്ടറിയെ ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷെ അതുപോലെ മനസ്സിലാക്കാനും, അത് ഇങ്ങനെയുള്ള സാമ്പത്തികമായ നിയമങ്ങളൊക്കെ അത് കിതാബുകളിലും ഖുർആനിലും സുന്നത്തിലും പള്ളികളിലെ കുതുബകളിലും വാദുകളിലും മാത്രം ഉണ്ടായാൽ മതി, എൻ്റെ ജീവിതത്തിലേക്ക് അത് കടന്നു വരേണ്ടതില്ല എന്ന നിലപാടാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് എങ്കിൽ നമ്മൾ പുനഃപരിശോധന നടത്തേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. ഏതെങ്കിലും വിധത്തിൽ കച്ചവടക്കാർ എന്നുള്ള അർത്ഥത്തിൽ, പല സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന അർത്ഥത്തിൽ കള്ളത്താപ്പ് നമ്മൾ കാട്ടിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു വൈലുൽ ലിൽ മുത്തഫിഫീൻ, കള്ളത്താപ്പുകാർക്ക് നാശം എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ ഖണ്ഡിതമായി പറയുകയാണ്. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക, ആളുകളെ പറ്റിക്കുക, ആളുകളെ വഞ്ചിക്കുക, സമ്പത്തിന്റെ ആർത്തിമൂർത്തി കൊണ്ട് എല്ലാവിധത്തിലുമുള്ള മൂല്യങ്ങളെയും ധർമ്മങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, അവരെ വളരെ കണിശമായി തന്നെ പരിശുദ്ധ ഖുർആനും ദീനുൽ ഇസ്ലാമും താക്കീത് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സാമ്പത്തിക ജീവിതത്തിൽ ഹറാം കയറിക്കൂടാതിരിക്കാൻ അതീവ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകൾ രക്തബന്ധങ്ങൾ, കൂടപ്പറപ്പുകൾ, നമ്മുടെ സഹോദരങ്ങൾ വേർപിരിയുന്നത്, അവർ തമ്മിൽ തല്ലാകുന്നത്
അതിനൊക്കെയുമുള്ള കാരണം ഈ അനന്തര സ്വത്ത് വീതം വെപ്പുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ ഈമാനികമായ ഇസ്ലാമികമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാതൃകയായി തീരാൻ, നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനുമൊക്കെ മാതൃകയായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ സംഘടനയുമായി ബന്ധപ്പെട്ട് പല പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ആളുകളാണ്. നമ്മൾ പല ഉത്തരവാദിത്തങ്ങളും സാമ്പത്തികമായി ഗജാഞ്ചി പോലെയുള്ള പല ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്നിടത്തും അതീവമായ സൂക്ഷ്മത നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും എന്ന ബോധത്തോടു കൂടിയാണ്, അങ്ങേയറ്റത്തും സൂക്ഷ്മതയോടുകൂടി സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു എങ്ങനെയാണോ അമാനത്തായി സ്വീകരിച്ച തുക അദ്ദേഹം കടമായി രേഖപ്പെടുത്തി അത്രത്തോളം സൂക്ഷ്മതയിൽ നമുക്ക് സാമ്പത്തികമായ ഇടപാടുകളിൽ അത്രത്തോളം സൂക്ഷ്മതയും തെക്കുവയും പുലർത്തി മുന്നോട്ട് പോകുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. സാമ്പത്തിക ഉത്തരവാദിത്തം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് അള്ളാഹുവിനോട് നാളെ സമാധാനം പറയേണ്ടി വരും എന്ന ബോധ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. അവസാനമായി 2 കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് അതിജീവിക്കാൻ കഴിയുന്ന, നമ്മൾ സൂക്ഷിക്കേണ്ട പ്രധാനമായി 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന് നമ്മുടെ ജീവിത വിശുദ്ധിയാണ്. രണ്ടാമത്തേത് നമ്മുടെ സാമ്പത്തിക വിശുദ്ധിയാണ്. യൂസുഫ് അലൈഹിസ്സലാം നമുക്കറിയാം അതിന് മാതൃകയാണ്. ജീവിത വിശുദ്ധിക്ക് എങ്ങനെയെല്ലാം വശീകരിക്കാൻ, തൻ്റെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ എങ്ങനെയെല്ലാം വശീകരിക്കാൻ കഴിയും, അങ്ങനെയൊക്കെ വശീകരിച്ചിട്ടും യൂസുഫ് അലൈഹിസ്സലാം അള്ളാഹുവിൽ അഭയം തേടി ആ തിന്മയിൽ നിന്നും മാറിയോടിയത് നമുക്കറിയാം. ആ ആർജവത്തിൽ, അത്തരത്തിലുള്ള ധാർമ്മിക വിശുദ്ധി ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ യാതൊരു കോംപ്രമൈസിനും തയ്യാറാകാതെ, യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറാകാതെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ, അപകടങ്ങളിൽ പെടാൻ സാധ്യതയുള്ള മേഖലകളിൽ നമ്മൾ അതീവ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ പ്രത്യേകിച്ച് ഈ നമ്മുടെ കുടുംബബന്ധവുമായി ബന്ധപ്പെട്ട് മഹറമാരാണ്. നമ്മുടെ വീട്ടിലെ പെരുമാറ്റം മഹറമുമാരോട്, അല്ലെങ്കിൽ ആരാണോ നമ്മുടെ രക്തബന്ധു ആരാണ് എന്നൊക്കെ തിരിച്ചറിയുന്ന രൂപത്തിൽ, അതിനെ മനസ്സിലാക്കുന്ന രൂപത്തിലുള്ള സമീപനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തി. രണ്ടാമത്തത് ഈ സാമ്പത്തികമായ കാര്യമാണ്. സാമ്പത്തിക നിയമങ്ങൾ, അതിൻ്റെ നിർദ്ദേശങ്ങൾ, ഇസ്ലാം പഠിപ്പിക്കുന്ന അതിൻ്റെ നിയമങ്ങൾ അത് കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ, ജീവിതത്തിൽ പാലിക്കാൻ, പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ അള്ളാഹു ഹലാലാക്കി ഇടങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിലെ സമ്പാദ്യത്തിൻ്റെയും സമ്പത്ത് ശേഖരിക്കുന്നതിൻ്റെയും പ്രാധാന്യം അത് പൂർണ്ണമായി മനസ്സിലാക്കി സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ പോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വലിയ സമ്പന്നരായി തീരുവാൻ, അങ്ങനെ അതുവഴി ദീനീ പ്രവർത്തനങ്ങൾക്കും പ്രയോജനം ചെയ്യാൻ പടച്ച റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം സാമ്പത്തിക ജീവിതത്തിൽ നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ യഥാവിധി പാലിച്ച് അള്ളാഹുവിനെ ഭയന്ന് മുന്നോട്ട് പോകാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീൻ. الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم وبارك على محمد وعلى آل محمد كما باركت على إبراهيم في العالمين إنك حميد مجيد. سبحان الله أوصيكم بثاني بتقوى الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ജീവിതത്തിൽ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ഭയന്ന് തഖ്വയുള്ള മുത്തഖീങ്ങളായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉദ്ബോധിപ്പിക്കുകയാണ്. ഇസ്ലാമിലെ സമ്പത്തുമായി ബന്ധപ്പെട്ട് വളരെ അടിസ്ഥാനപരമായി സത്യവിശ്വാസികൾ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നയനിലപാടുകളെക്കുറിച്ചും സമീപനങ്ങളെക്കുറിച്ചുമാണ് ആദ്യ ഖുതുബയിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഇസ്ലാം സമ്പത്തിനെ ചെലവഴിക്കുന്ന ആളുകളോട് 2 പരിധികൾ, 2 മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഒന്ന് ബഹുലും മറ്റൊന്ന് സർഫുമാണ്, ദൂർത്തും പിശുക്കുമാണ്. 2 വരകളാണ്, 2 ഹദ്ദുകളാണ്. അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് വസത്തിയത്തിൽ ഉമ്മത്തൻ വസത എന്നാണ് മുസ്ലിം സമൂഹത്തെക്കുറിച്ച്, ഇസ്ലാമിക സമൂഹത്തെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ആ നിലക്ക് ദൂർത്തിലേക്ക് പോകാതെ, പിശുക്കരാകാതെ, അതിന് 2നും ഇടയിൽ ഇസ്ലാം നിഷ്കർഷിക്കുന്ന, ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സമ്പത്തിനെ കൃത്യമായി വിനിയോഗിക്കാൻ, അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉയരുമ്പോൾ കൃത്യമായി മറുപടി പറയാൻ കഴിയുന്ന രൂപത്തിൽ ദൂർത്തും ദുർവ്യയവും പിശുക്കുമെല്ലാം വർജിച്ച് നമ്മുടെ മേലുള്ള ബാധ്യതകളെ പൂർത്തീകരിച്ച് മുൻഗണനാക്രമത്തോടെ നമ്മുടെ സമ്പത്ത് വിനിയോഗിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച്
സമ്പത്തുമായി ബന്ധപ്പെട്ട് റമദാൻ അടുത്ത് നിൽക്കുന്ന ഷാബാനിലേക്ക് കടന്നിട്ടുള്ള ഒരു വേളയിൽ കൂടിയാണ് നമ്മളുള്ളത്. ഈ അവസരത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ, നമ്മൾ ചെയ്യുന്ന നമസ്കാരവും നമ്മൾ ചെയ്യുന്ന ഖിറാഅത്തും ഇങ്ങനെ തുടങ്ങി നമ്മുടെ നാനാജാതി കർമ്മങ്ങൾ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കൃത്യമായി എത്തിപ്പെടണമെങ്കിൽ ഈ രൂപത്തിലുള്ള സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സഹജീവികളുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിൽ, അത് സാമ്പത്തികമോ മറ്റെന്തുമായിക്കോട്ടെ, അതിൽ അതീവ സൂക്ഷ്മത പുലർത്തി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ഷാബാനിലും തുടർന്ന് റമദാനിലും പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ കഴിയുന്ന മാസമാക്കി നമുക്ക് മാറ്റുവാൻ സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിലെ സാമ്പത്തിക ജീവിതത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമ്പത്ത് ശേഖരിക്കുന്നതിനോ സമ്പാദിക്കുന്നതിനോ അധ്വാനിക്കുന്നതിനോ വിരുദ്ധമല്ല, മറിച്ച് അതിനെ അത്രമേൽ പ്രോത്സാഹിപ്പിച്ച ഒരു ദർശനത്തിൻ്റെ പേരാണ് ദീനുൽ ഇസ്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇസ്ലാമിൻ്റെ സാധ്യതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇസ്ലാം ഹലാലാക്കിയ മാർഗങ്ങളിലെ വലിയ സാധ്യതകളെ പ്രാവർത്തികമാക്കിക്കൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അങ്ങനെ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഇസ്ലാം നൽകുന്ന പ്രോത്സാഹനങ്ങളെ, പ്രചോദനങ്ങളെ ഉൾക്കൊണ്ട് ഹലാലായ മാർഗങ്ങളിലൂടെ കൂടുതൽ തഖ്വയോടുകൂടി നമ്മുടെ സാമ്പത്തിക ജീവിതം മുന്നോട്ട് നയിക്കാൻ പടച്ച തമ്പുരാൻ നമുക്ക് തൗഫീഖും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجر والدينا من النار ربنا اغفر لنا ولآبائنا ولأمهاتنا ورب ارحمهم كما ربونا صغارا اللهم انصر المسلمين في كل مكان اللهم انصرهم في كل أنواع العالم اللهم انصرهم في فلسطين اللهم لا تسلط علينا من لا يرحمنا ولا يخافك فينا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا وإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم ارحم موتانا وموتى المسلمين واشف مرضانا ومرضى المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى على نبينا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وقم الصلاة.